Hi, I'm Ashwati. I'm an ACC aspirant, also pursuing my BCom degree in Amity University online. This is a part of documenting my ACCA journey. This video will be in Malayalam. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു തരാണ് പിന്നെ ഫുൾ മലയാളം ആവും കേട്ടോ. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ പേപ്പർ എഫ് ആർ ആണ് കേട്ടോ. ഐ മീൻ എഫ് ആർ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ബികോം പ്ലസ് എ സി സി ആണല്ലോ. ബികോം സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. 9 പേപ്പർ എക്സംഷൻ ഉണ്ട് അതിൽ. 9 പേപ്പർ എക്സംഷൻ എന്ന് പറയുമ്പോൾ 9 പേപ്പർ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതാണ് എക്സംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശരിക്കും എ സി സിയുടെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഫീസ് അടച്ച് എഴുതണമല്ലോ. ഇതങ്ങനെയല്ല, നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 9 പേപ്പർ പഠിച്ചാലാണ് നമുക്ക് ലാസ്റ്റ് 4 പേപ്പർ നേരെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് 9 പേപ്പറും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 5 പേപ്പർ കഴിഞ്ഞു. അതിലത്തെ 5ാമത്തെ പേപ്പറായിരുന്നു എഫ് ആർ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പോലെ അതിന് എന്തൊക്കെ കിട്ടിയെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ എ സി സിക്ക് വരാൻ താല്പര്യമുണ്ട്, അതിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ കുട്ടികൾ കാണണ്ടാവും ഈ വീഡിയോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഞാൻ പോയ വഴി കൂടെ കടന്നു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. സോ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ. അത് ജേർണലിലോ ഡയറിയിലോ അല്ലെങ്കിൽ ഫോണിൽ നോട്ട്സിലോ അവിടെ എവിടെയെങ്കിലും എ സി സി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് ജസ്റ്റ് എഴുതി വയ്ക്കുക. ബിക്കോസ് അപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. പിന്നെ അത് എടുത്ത് നോക്കുക. പിന്നെ എ സി സി പഠിക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞതെന്ന്. സോ റൈറ്റ് നൗ പ്ലീസ് ടേക്ക് എ നോട്ട് ഓഫ് വാട്ട് ഐ എം സ്ട്രെസ്സിങ് ആൻഡ് സെയിങ്. അപ്പോൾ ആൻഡ് ഐ കെയിം ടു നോ ദാറ്റ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു ഏട്ടൻ എ സി സി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലാണ് ചെയ്യുന്നത്. ആളുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ട് പറയുന്നുണ്ട്. അതൊന്നും കുട്ടികൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി വരാൻ പോകുന്നൊരു ഒരുപാട് പേര് അത് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് യു ഡോണ്ട് നോ ഹിം, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഹിസ് വീഡിയോസ് ടു. എന്താ പറയുക, ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. പ്ലീസ് ഗോ ആൻഡ് വാച്ച്. ആൻഡ് ഓൾസോ വേറെ 2 യൂട്യൂബ് ചാനൽ കൂടി ഞാൻ പറഞ്ഞുതരാം. എ സി സി വിത്ത് എഫ് പി ആൻഡ് ഐ സി സി വിത്ത് അൻഷുൽ. ആ 2 സാർമാരുടെ യൂട്യൂബ് ചാനൽ നല്ലതാണ്. അതിൽ നല്ല കണ്ടൻസ് വരുന്നുണ്ട്. അബൌട്ട് ജോബ് റിലേറ്റഡ് ആയിട്ടും ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരതിൽ ഷെയർ ചെയ്യുന്നത്. സോ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐ വിൽ ഷെയർ ദാറ്റ് ഇൻ ഐ ബട്ടൺ. ചില സിറ്റുവേഷൻ വരുമ്പോഴല്ലോ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇതൊക്കെ മുൻകൂട്ടിയിട്ട് തന്നെ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസമാണ് വിചാരിച്ചോ, ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് റിവിഷനായിട്ട് യൂട്യൂബിൽ ഇട്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും. അങ്ങനെ എൻ്റെ മനസ്സിലും കടന്നു പോയിട്ടുണ്ട്. അതാണ് എന്നെ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആൻഡ് ഇ സി സി എ ഫെബ്രുവരിയിൽ ബികോം ഫസ്റ്റ് സെം എക്സാംസ് നടന്നിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പാസ്സായിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പാസ്സായല്ലോ, സന്തോഷം. ആൻഡ് എഫ് ആറിൻ്റെ എക്സാം 28ാം തീയതിയാണ് കഴിഞ്ഞത്. ടുഡേ ഈസ് 29th. ഐ എം റെക്കോർഡിംഗ് ദിസ് ഇൻ 29th. ഓക്കെ. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്താണ് എഫ് ആർ പാസ്സാവാനുള്ള ടിപ്സ് എന്നൊക്കെ. ഞാൻ എല്ലാവരും പറയുന്ന പോലെയൊക്കെ ഒന്നേ പറയാനുള്ളൂ, പ്രാക്ടീസ് തന്നെയാണ് മെയിൻ കാര്യം. പിന്നെ എടുക്കുന്ന ആ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഷോർട്ട് ആക്കിയിട്ടുള്ള നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് നല്ല യൂസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ളവർ തരുന്ന നോട്ട്സ്, അതായത് എക്സാമിന് തലേദിവസം പോയിട്ട് വേറെ കുട്ടികളുടെ നോട്ട് വാങ്ങുന്നതിന് പകരം അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊരു നോട്ട് പ്രിപ്പയർ ആക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും. പിന്നെ ക്ലാസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ നോട്ട് എഴുതും. ബട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് മൊത്തത്തിൽ ക്ലാഷ് ആയിട്ട് ഒരു വലിയ പുസ്തകത്തിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പിന്നെ എടുത്ത് എഴുതിയെടുക്കുന്നത്. ഞാൻ എല്ലാ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒന്നും എഴുതിയിട്ട് എനിക്ക് പറ്റിയില്ല. ബട്ട് ഒരുപാട് സ്റ്റാൻഡേർഡ്സിൻ്റെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഉണ്ടാക്കലാണ് മെയിൻ കാര്യം. അതിപ്പോൾ ഏത് എക്സാമിനും അങ്ങനെ തന്നെയാണ്. സോ പ്ലീസ് മേക്ക് ഔട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, അതായത് സ്കിൽസ് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇസ് ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് കിട്ടുന്ന ടൈം അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് പഠിച്ചു വെച്ചാൽ ദാറ്റ്സ് ഗ്രേറ്റ് ഗൈസ്. വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ? അങ്ങനെയൊന്നല്ല കേട്ടോ, ടൈം മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഫുള്ള് ടൈം മാനേജ്മെൻ്റ് ആണ്. അങ്ങനെയൊന്നും അല്ല. ഇത് നോക്കൂ, എൻ്റെ ടൈം മാനേജ്മെൻറ്റ് കഥ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ ടൈം ടേബിളൊക്കെ ഇട്ടു. ഇന്നതൊക്കെ ഇന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ടേബിളൊക്കെ ഇട്ടു. അത് 4-5 ദിവസം നേരെ പഠിച്ചു പോയി. വലിയ ലോഡൊന്നും അല്ല കേട്ടോ, കുറച്ച് ഒരു 4 സ്റ്റാൻഡേർഡ്സ് പിന്നെ 2 സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇട്ടു. 2 ദിവസമൊക്കെ, 2 അല്ല 4 ദിവസമൊക്കെ നടന്നു. പിന്നെ
പിന്നെ പിന്നെ ബോറായി തുടങ്ങി. ലേസി, അതായത് പഠിക്കില്ല എന്നല്ല, ഇപ്പൊ നമ്മൾ ടാർഗറ്റ് വെച്ചതെന്ന് ഒരു ടാർഗറ്റ് മിസ്സാക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ഇതാണ് റിയാലിറ്റി. അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കും ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്, എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ, അതായത് നിങ്ങൾക്ക് മാത്രം പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു സെൽഫ് ഡൗട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ തുറന്നു പറഞ്ഞത്. ഒരുപാട് പേര് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പ്ലീസ് അക്സെപ്റ്റ് ദാറ്റ്. ചില കുട്ടികളുണ്ട്, ദേ വിൽ ബി ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയിട്ട് സെൽഫ് ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാർ. അതായത് നമ്മുടെ ടീനേജിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സെൽഫ് ഡൗട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ പോരാ, ചിലപ്പോൾ നമ്മൾ ഭംഗിയില്ല എന്ന് വരെ തോന്നാം. പിന്നെന്താ, ഓരോ കുട്ടികൾ മാർക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എനിക്കെന്താ അങ്ങനെ പറ്റാത്ത, അവർക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട്, ഭയങ്കര വിഷമം. അപ്പം തന്നെ എന്താ പഠിക്കാനുള്ളൊരു ഇതും ഉണ്ടാവില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ് മാറ്റേഴ്സ്. നിങ്ങൾ എന്താണോ നിങ്ങളെ പറ്റി വിചാരിക്കുന്നത് അതാണ് കാര്യമുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് പറയും അതൊന്നും വിചാരിച്ചിട്ട് ഇരിക്കരുത്. ബിക്കോസ് എല്ലാവർക്കും അവരവരുടെ പണിയുടെ തിരക്കിലാണ്. പണിയില്ലാത്തവരാണ് ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുള്ളൂ. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ സിമ്പിളായി പറഞ്ഞു പോയിണ്ടാവും, ബട്ട് അങ്ങനെയൊന്നുമല്ല. ശരിക്കും ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദാറ്റ്. നല്ല സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ. ഇങ്ങനെയൊന്നല്ല ഞാൻ ഉണ്ടായിരുന്നത്. എന്താ പറയുക, ഭയങ്കര ജഡ്ജ്മെൻ്റലായിരുന്നു. അയ്യോ അവരെന്താ വിചാരിക്കുക, അങ്ങനെ. സ്റ്റിൽ ഐ എം നോട്ട് റിക്കവേർഡ് കംപ്ലീറ്റ്ലി എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്, അതിൻ്റെ ഒരു ഗട്ട്സ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി ചേഞ്ച് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സത്യം. നൗ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഹൗ ഐ ലുക്ക് ഡസൻ മാറ്റർ. അത് എനിക്ക് യൂട്യൂബിലൂടെ മനസ്സിലായി. ബിക്കോസ് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തുല്ലോ. ഒരുപാട് പേര് വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, അതുപോലെ തന്നെ അവരുടെ കഴിവുകളും നമുക്ക് പഠിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. പ്ലീസ് അക്സെപ്റ്റ് ദാറ്റ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്താലാണ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് നമുക്ക് എന്തെടുത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, PPE, ബോറോയിങ് കോസ്റ്റ്, അങ്ങനത്തെ ആ സിമ്പിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ആദ്യം എടുത്തത്. അതിന് ഞാൻ 2-3 ആഴ്ച ഇരുന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്തായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അതെനിക്ക് ശരിക്കും കിട്ടണമില്ല ചിലതൊക്കെ. അങ്ങനെയാണ് എൻ്റെ കാര്യം. ഒരുപാട് പ്രാക്ടീസ് ചെയ്താലാണ് എനിക്ക് കിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ എനിക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒരു മെയിൻ റോൾ ഇതിൽ വഹിക്കുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എനിവേ വീണ്ടും ഞാൻ പറയാണ്, നമ്മളിപ്പോൾ കൂടുതൽ നമ്മൾ മലയാളത്തിലാണ് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരുപാട് ഇൻട്രാക്ട് ചെയ്തവർക്കാണ് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പിന്നെ അത്യാവശ്യം സിനിമ കാണുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും. ബട്ട് ACC ഉള്ളത് ഒരു പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ പേടിയൊന്നും വേണ്ട. നമ്മളൊക്കെ ACC ചെയ്യുന്നുണ്ട്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ജസ്റ്റ് ഒന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് മനസ്സിലായില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാൻ പോലും നിൽക്കുന്നില്ല. അതാണ് മാർക്ക് കുറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തന്നെ മടിയാണ് ഒരു ഡിക്ഷണറി വെച്ച് തുറന്നു പിടിച്ച് ഓരോ വേർഡ് ഇങ്ങനെ നോക്കിയിട്ട് ഇതാക്കാനും. അതായത് നമ്മൾ കേട്ട വേർഡ്സ് തന്നെയോ, കേൾക്കാത്ത വേർഡ്സ് ഒന്നല്ല, കട്ടിയുള്ള വേർഡ്സ് ഒന്നല്ല, ബട്ട് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവർ വിചാരിച്ചത് വേറെ, നമ്മൾ വിചാരിക്കുന്നത് വേറെ, അങ്ങനെ ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഡിക്ഷണറിയൊക്കെ ഒപ്പം വെച്ചിരുന്ന് പഠിച്ചോളി. പിന്നെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലും ഫസ്റ്റ് പാർട്ടിലും ആയിട്ട് ഇട്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ദാറ്റ്, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നോട്ട്സൊക്കെ എഴുതി വെക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ. ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. ബൈ.